പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ റെഡിയാവുകയാണ് എല്ലാവരും. നേരത്തെ തീരുമാനിച്ചതുപോലെ പെൺപിള്ളേരെല്ലാവരും മഞ്ഞ കളർ ഡ്രസ്സായിരുന്നു വേഷം. ഷീതുവിനത് കിട്ടാത്തത് കൊണ്ട് തന്നെ അവരെടുത്ത പച്ച കളർ അതേ പാറ്റേൺ ഡ്രസ്സാണ് ഷീതു ഇട്ടിരിക്കുന്നത്. പെൺപിള്ളേരെല്ലാവരും ഷർട്ടും അതിൻ്റെ നിറം കരവരുന്ന മുണ്ടുമാണ് ഉടുത്തത്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗോവിന്ദനും വാസുദേവനും ജാമ്യം കിട്ടുകയുള്ളൂ. വിഷ്ണുവിൻ്റെ അറസ്റ്റ് അന്ന് തന്നെ രേഖപ്പെടുത്തി. സനൂഷയും ഭർത്താവും മക്കളും ഉത്സവത്തിന് വരുന്നില്ലെന്ന് റിനോഷ് വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നലെ ഒന്നും ദേവനോട് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായതിനു ശേഷം ദേവനെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് സോണി. അവൾ ഒരുങ്ങിയതിനു ശേഷം അയാളുടെ റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് അയാളെ വിളിച്ചു. ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടതും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന ദേവൻ സംശയത്തോടെ ചെന്ന് വാതിൽ തുറന്നു. ആ മോളോ? എന്താ മോളെ, വാ അകത്തേക്ക് കയറി വാ. അയാൾ അവളെ തൻ്റെ റൂമിനകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതാ, ഇന്നലെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അവൾ പറഞ്ഞുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ അയാളുടെ റൂമിൻ്റെ അകത്തേക്ക് കയറി. എന്താ മോളെ, മോൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താണേലും ചോദിക്കാൻ എന്നോട് മടിക്കണ്ട. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അയാൾ തിരികെ അവളോട് മറുപടി പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നുമില്ല അങ്കിൾ, ഞാൻ അങ്കിളിനോട് സോറി ചോദിക്കാൻ വേണ്ടി വന്നതാ. അല്ല, ഞാൻ അങ്കിളെന്ന് വിളിച്ചോട്ടെ അതോ കോളേജിലെ പോലെ സാറെന്ന് വിളിക്കണോ? അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചതും അയാളൊരു പുഞ്ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് തലോടി. നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് വിളിച്ചോ, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അയാൾ ചെറു പുഞ്ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു. ഞാൻ അങ്കിളിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവൾ അയാളുടെ മുൻപിൽ കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു. അയ്യോ മോൾ എന്തീ കാണിക്കുന്നത്? ആവശ്യമില്ലാത്ത പ്രവൃത്തിയൊന്നും ചെയ്യാതിരിക്കുക. എൻ്റെ മുമ്പിൽ കൈകൂപ്പി ഇങ്ങനെ സോറി ചോദിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. പിന്നെ നീ ഷീതുവിനോട് കാണിച്ചതിനൊക്കെ നീ അവളോട് തന്നെ മാപ്പ് ചോദിച്ചു കഴിഞ്ഞല്ലോ. അതുമാത്രമല്ല, അവൾ നിൻ്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള കാര്യവും നീ അറിഞ്ഞല്ലോ. എന്നോട് തെറ്റ് ചെയ്യാതെ നീ എന്നോട് മാപ്പ് ചോദിക്കേണ്ട. ഒരുപക്ഷെ പലതും ആലോചിച്ചാൽ ഞാനാണ് നിന്നോടും നിൻ്റെ അമ്മയോടും ഒക്കെ ഒരുപാട് മാപ്പ് ചോദിക്കേണ്ടത്. അത് പറയുമ്പോൾ ദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നു. എനിക്കറിയാം അങ്കിൾ, മമ്മിയോട് മാപ്പ് ചോദിക്കാൻ അങ്കിളും മമ്മിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്കിളൊന്നും അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ എൻ്റെ മമ്മയുടെ വീട്ടുകാരും എൻ്റെ പപ്പയൊക്കെ അതിന് കാരണക്കാരാണ്. പ്രണയത്തിനും സ്നേഹത്തിനും മുകളിൽ അവരെല്ലാവരും ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയത് പണത്തിനും പ്രതാപത്തിനും അതിലുപരി ജാതിക്കും മതത്തിനും വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പരസ്പരം ഒന്നിക്കാൻ കഴിയാതെ പോയത്. എൻ്റെ അമ്മ ചേച്ചിയെ ഗർഭം ധരിച്ചിരിക്കുകയാണെന്ന് അങ്കിൾ അറിയാതെ പോയത്. അവൾ പറയുന്നത് കേട്ട് അയാൾ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി. എനിക്ക് നാട്ടിലേക്ക് മടങ്ങി ചെന്നതിന് ശേഷം മമ്മിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയണം. ചേച്ചിയെ മമ്മിയുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തണം. ഇത്രയും നാളും എൻ്റെ മമ്മി ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന് സങ്കടപ്പെട്ടത് എന്താണോ അതിനെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ മമ്മി ഇനി സന്തോഷിക്കണം. എനിക്ക് അതാ അങ്കിൾ കാണേണ്ടത്. എൻ്റെ മമ്മി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ പപ്പയുടെ കൂടെ ചേർന്ന് എൻ്റെ മമ്മിയെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പ്രായശ്ചിത്തമായിട്ട് ഇനിയെങ്കിലും എനിക്ക് എൻ്റെ മമ്മിയെ സന്തോഷത്തോടെ നോക്കണം. എൻ്റെ പപ്പയെ മമ്മി വിവാഹം കഴിച്ചെങ്കിലും ഒരിക്കലും എൻ്റെ മമ്മി സന്തോഷത്തോടെ പപ്പയുടെ കൂടെ കഴിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും എൻ്റെ മമ്മിയെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെയാണ് പപ്പ ചെയ്തിട്ടുള്ളത്. അഹങ്കാരവും ജാടയൊക്കെ തലയ്ക്ക് പിടിച്ചിരുന്ന സമയത്ത് ഞാനും അങ്ങനെ തന്നെ പപ്പയുടെ കൂടെ കൂടി ചെയ്തിട്ടുണ്ട്. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാറുണ്ട്. ഇന്ന് ശരിക്കും ഞാൻ യഥാർത്ഥ സ്നേഹവും സന്തോഷവും ബന്ധങ്ങളുടെ വിലയൊക്കെ മനസ്സിലാക്കിയത്. പണം കൊണ്ട് ഈ ലോകത്ത് എന്തും നേടിയെടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതങ്ങനെയല്ലെന്ന് എൻ്റെ ജീവിതം തന്നെ എന്നെ പഠിപ്പിച്ചു. അവൾ തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവൻ അയാളോട് പറഞ്ഞു. മോൾക്കതൊക്കെ എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ മുകളിലിരിക്കുന്ന ദൈവം നിന്നോട് എല്ലാം ക്ഷമിക്കും. അയാൾ അവളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. നാളെ രാവിലെ ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ അങ്കിളും വരില്ലേ നാട്ടിലേക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നു. അവൾ സന്തോഷത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഏയ്, ഞാൻ നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നില്ല മോളെ. എനിക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പ്രത്യേകിച്ച് അവരുടെ കാര്യം. അയാൾ പറയുന്ന കേട്ട് അവളൊരു പുഞ്ചിരിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഒരു പക്ഷേ ഞങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ചേച്ചി, എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല അങ്കിൾ. അത്ര ആഗ്രഹിച്ച ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ ഇവിടേക്ക് വന്നത്. അവൾ അയാളെ നോക്കി പറഞ്ഞു. അതിനയാൾ ഒന്നും മിണ്ടിയില്ല. അങ്കിളിന് എങ്ങനെയാ അവരോടിങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാ, അങ്കിളുടെ സഹോദരങ്ങളാണ്. പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി അവർക്ക് ചേരുന്നതായിരുന്നോ? അങ്കിളിൻ്റെ മകൾ, അത് അവരുടെ മകളുടെ സ്ഥാനത്ത് കാണേണ്ടതല്ലേ? സ്വന്തം മകളോടും മരുമകളോടും അവരിങ്ങനൊരു പ്രവൃത്തി ചെയ്യുമോ അങ്കിൾ? എന്നിട്ടും അങ്കിൾ എന്തുകൊണ്ടാ അവരോടിങ്ങനെ ക്ഷമിച്ചത്? അവർക്ക് വേണ്ടി, അവരെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി അങ്കിളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് അത് മാത്രം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവൾ ചോദിക്കുന്നത് കേട്ട് അയാൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അങ്കിളുടെ ഇതേ സ്വഭാവം തന്നെയാണ് ചേച്ചിക്കും കിട്ടിയിരിക്കുന്നത്. ആരൊക്കെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചാലും വിഷമിപ്പിച്ചാലും ചേച്ചി അവർക്ക് സഹായം ചെയ്തു കൊടുക്കും. അതുമാത്രമല്ല, ചേച്ചി അവരെ എതിർത്തൊന്നും പറയുകയില്ല.
ഇപ്പം അങ്കിളിൻ്റെ കൂടെ കൂടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി. അങ്കിളിൻ്റെ സ്വഭാവം ആ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. അവളൊരു പുഞ്ചിരിയോടെ അയാളെ നോക്കി പറയുന്നത് കേട്ട് അയാളും ചിരിച്ചു. ഞാൻ പറഞ്ഞത് അങ്കിളിൻ്റെ മനസ്സിന് സങ്കടം ഉണ്ടാക്കിയെങ്കിൽ സോറി. എൻ്റെ മനസ്സിലുള്ളതാ ഞാൻ അങ്കിളിനോട് പറഞ്ഞത്. അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൾ അയാളോട് പറഞ്ഞു. ഇനി ഒരു പക്ഷെ താൻ സ്വാതന്ത്ര്യത്തോടെ അങ്ങനെയൊക്കെ പറയുന്നത് ദേവന് ഇഷ്ടമാകാത്തത് കൊണ്ടാണോ അയാളിങ്ങനെ പ്രതികരിക്കാതെ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി. മോളെ, നീ ഇപ്പോൾ പറഞ്ഞതും ചിന്തിച്ചതും ഒക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതിൽ ഞാൻ ഒരിക്കലും മോളെ ഒന്നും പറയില്ല. മോളെ, അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും മറക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റ്. ഞാൻ അവരെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കുന്നത് അത് അവരോട് ക്ഷമിച്ചത് കൊണ്ടല്ല. എൻ്റെ മകളെ വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഒന്നും എനിക്ക് ഈ ജന്മത്തിൽ മറക്കാൻ കഴിയുന്നതുമല്ല. അയാൾ പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവരെ രണ്ടുപേരെ ആശ്രയിച്ച് അവരുടെ ഭാര്യമാരിവിടെ കഴിയുന്നത്. എനിക്കങ്ങനെ പറയാൻ ആരുമില്ല. അവരുടെ ഭാര്യമാരിങ്ങനെ ജീവനോടിരിക്കുമ്പോൾ തങ്ങളുടെ ഭർത്താക്കന്മാർ ജയിലിലാണെന്ന് പറയാൻ ഏതൊരു ഭാര്യയ്ക്കും സങ്കടം ഉണ്ടാകും, ഇല്ലേ? അയാൾ ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി. അവരുടെ രണ്ടുപേരുടെയും മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, അവർക്കൊക്കെ സമൂഹത്തിന് മുമ്പേ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ജീവനോടിരിക്കുമ്പോൾ അവരൊക്കെ ജയിലിലാണെന്ന് പറയുന്നത് എത്രയാണെങ്കിലും സങ്കടപ്പെടുത്തുന്ന കാര്യമല്ലേ? ഇന്ന് തന്നെ മോള് നോക്ക്, അവർ രണ്ടുപേരും അങ്ങനെ ഒരു തെറ്റ് ചെയ്തു. ഇപ്പം ജയിലിലുള്ളത് കൊണ്ടല്ലേ ശാന്തിയും സീതയും അമ്പലത്തിലേക്ക് വരാത്തത്? നാട്ടുകാരുടെ മുൻപിൽ അവർക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവർ നമ്മളോട് പൊയ്ക്കോളാൻ പറഞ്ഞത്? അവർ രണ്ടുപേരെയും പൂർണ്ണമായിട്ടും ജയിലിലായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാര്യമാരുടെ സ്ഥിതി എന്തായിരിക്കും? ശരിയാ, തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അവരെ അങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല മോളെ. അമ്മ എന്നോട് അവരെക്കുറിച്ച് കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലെങ്കിൽ പോലും അമ്മയുടെ മനസ്സിലും തൻ്റെ രണ്ട് മക്കളും തിരികെ വരണമെന്ന് തന്നെയായിരിക്കും ആഗ്രഹം. ഏതമ്മയ്ക്ക് അതിന് കഴിയുക? അവർ ജീവനോടുള്ളപ്പോൾ തൻ്റെ രണ്ട് മക്കളും ജയിലിലാണെന്ന് പറയാൻ ഏതമ്മയ്ക്ക് കഴിയും? എന്നെക്കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് മോളെ. ഒരിക്കലും എൻ്റെ അനിയന്മാരോട് ഞാൻ ക്ഷമിക്കില്ല, സംസാരിക്കില്ല. പക്ഷേ അവരെങ്ങനെയെങ്കിലും എനിക്ക് തിരികെ കൊണ്ടുവന്നേ പറ്റൂ. ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം. ഞാൻ നല്ലൊരു അച്ഛനല്ലെന്ന് പോലും കരുതാം. സ്വന്തം മകളെ അങ്ങനെ ചെയ്തവരോട് ഒരു ദേഷ്യവും ഇല്ലാത്ത ഒരാളായിട്ടായിരിക്കും മറ്റുള്ളവർ എന്നെ കാണുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അയാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അങ്കിളിൻ്റെ അത്രയും ചിന്തിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിയത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് അങ്കിളിന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തീരുമാനിച്ചോളൂ. അവളും അയാളെ നോക്കി പറഞ്ഞതും അയാൾ ഒന്നും തന്നെ മിണ്ടിയില്ല. എങ്കിൽ ശരിയെങ്കിൽ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. അവരൊക്കെ എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അവൾ പറയുന്നത് കേട്ട് അയാൾ തലയാട്ടി. അയാളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ അവിടെ നിന്നും പോയിരുന്നു. ഷീതു ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങുന്നത് നോക്കി കട്ടിലിരിക്കുകയാണ് ചാർലി. അവൾ തലയൊക്കെ കെട്ടി റെഡിയാകുന്നുണ്ടെങ്കിലും അവൻ തന്നെ നോക്കുന്നത് അവൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്തതുപോലെ അവൾ തലയൊക്കെ ചീകാൻ തുടങ്ങി. ചാർലി പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ശേഷം അവളുടെ പുറകിലായിട്ട് പോയി നിന്നു. കണ്ണാടിയിൽ കൂടി അവൻ പുറകിൽ വന്ന് നിൽക്കുന്നത് അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കാൻ പോയില്ല. പെട്ടെന്ന് പുറകിൽ കൂടി തന്നെ അവളെ ചുറ്റിപ്പിടിച്ച് അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. കണ്ണാടിയിൽ കൂടി തന്നെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. എന്താണ് ചാർലി, ആകെ ഒരു വശപ്പിശകാണല്ലോ മുഖത്ത് കാണുന്നത്? അവനെ കളിയാക്കിക്കൊണ്ട് അവൾ കണ്ണാടിയിൽ നോക്കി തന്നെ മറുപടി പറഞ്ഞു. ഇങ്ങനെ എൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഉത്സവത്തിനും പോകാൻ തോന്നുന്നില്ല. ഈ റൂം നമുക്കൊരു ഉത്സവപ്പറമ്പാക്കിയാലോ? കണ്ണിറുക്കി അവളെ നോക്കി കുസൃതിയോടെ പറയുന്ന അവനെ കുറുമ്പോടെ നോക്കുകയായിരുന്നു ഷീതു. അയ്യ, ആന കരിമ്പിൻ കാട്ടി കയറിയതുപോലെ ആക്കാനാണോ? അവളും തിരികെ അവനോട് ചോദിച്ചു. ഈ കരിമ്പിലെ തേൻ കുടിക്കാൻ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. അവൻ അവളുടെ ചുണ്ടിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. അവളാണെങ്കിൽ കുസൃതിയോടെ അവൻ്റെ കൈകളെ തട്ടിമാറ്റി. അയ്യട മോനെ, രാവിലെ കൊഞ്ചാൻ നിൽക്കല്ലേ. അവരൊക്കെ ഇപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അങ്ങോട്ട് മാറിക്കേ, ഞാൻ ഈ തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കോട്ടെ. അല്ലെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഒരുങ്ങിപ്പോകാമെന്ന് വിചാരിച്ചാൽ അന്നാണെ ഒരുങ്ങുന്നൊന്നും ശരിയാവുകയില്ല. അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. നീ ഒരുങ്ങിയില്ലെങ്കിലും എൻ്റെ കൊച്ചു സുന്ദരി നീയല്ലേ? അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചു. അതെനിക്കറിയാലോ. ഈ പുലിക്കളത്തിൽ ചാർലിയുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂന്ന് അവളും ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു. നമുക്ക് ഉത്സവത്തിന് പോകണ്ടടി. അവരൊക്കെ പോയിട്ട് വരട്ടെ. നമുക്കിവിടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. അവൻ ഒന്നുകൂടി അവളെ വലിഞ്ഞു മുറുക്കി. അയ്യേ, ഒന്ന് വിട്ടേ ഇച്ചായ, രാവിലെ തന്നെ കൊഞ്ചാൻ നിൽക്കുക കിളവൻ. അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ വീർപ്പിച്ചു വെച്ച മുഖവുമായി ചെന്ന് കട്ടിലേക്കിരുന്നു. അത് കണ്ട് അവൾക്ക് ചിരിയാണ് വന്നത്. കുഞ്ഞു കുട്ടികളെ ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിച്ചിട്ട് അത് കിട്ടാതെ പോയാൽ എങ്ങനെയാണോ പിണങ്ങിയിരിക്കുന്നത് അതുപോലെയായിരുന്നു അവൻ്റെ ഇരിപ്പ്.
കൈകൾ രണ്ടും മാറിൽ കെട്ടി മുഖമൊക്കെ വീർപ്പിച്ച് അവളെ നോക്കാതെ തല ചരിച്ചു വെച്ച് ഇരിക്കുകയായിരുന്നു അവൻ. അത് കണ്ടതും അവൾ ഒരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. എന്നാൽ അവന് അപ്പോഴും അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ്റെ കൈകൾ രണ്ടും ബലമായിട്ട് എടുത്തു മാറ്റിയതിന് ശേഷം ഷീതു അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. അവളുടെ രണ്ട് കൈകളും അവൻ്റെ കഴുത്തിൽ കൂടി ചുറ്റി അവൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. എൻ്റെ ചെറുക്കൻ കിളവനൊന്നുമല്ല, നല്ല ഹാൻസം ബോയ് അല്ലേ? അവൾ അവൻ്റെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവന് ചിരി വന്നു. അവൻ ഒന്നുകൂടി അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവളുടെ ഇടുപ്പിൽ ഒന്നമർത്തി. അവൾ ഒന്നുകൂടി അവനിലേക്ക് അമർന്നിരുന്നു. എങ്കിൽ പിന്നെ നമുക്കൊന്ന് പോണ്ട, അവൻ അവളെ നോക്കി കൊഞ്ചലോടെ പറഞ്ഞു. എൻ്റെ ചെക്കന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പോന്നില്ല. അവളും തിരികെ അതുപോലെ അവനെ റിപ്ലൈ കൊടുക്കുന്നത് കണ്ട് അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അവളും ഒരു പുഞ്ചിരിയോടെ അവനിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു. എല്ലാവരും റെഡിയായി കഴിഞ്ഞതും അവരൊക്കെ അമ്പലത്തിലേക്ക് ഉത്സവത്തിന് പുറപ്പെട്ടു. അമ്മമാർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയിരുന്നില്ല. ഗോവിന്ദനും വാസുദേവനും അങ്ങനൊരു അവസ്ഥയായതുകൊണ്ട് തലേന്ന് അമ്പലത്തിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ നാണം കിടേണ്ടി വന്നതുകൊണ്ടും അവർ പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. പെൺപിള്ളേരെല്ലാവരും ഒരുമിച്ചാണ് ഉത്സവത്തിന് നടന്നിരുന്നത്. സോണിയാണെങ്കിൽ ഒരു ലെഗിൻസും ടോപ്പുമായിരുന്നു വേഷം. എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് കടകൾ മുഴുവൻ കയറിയിറങ്ങി. ഓരോന്നും വാങ്ങിച്ച് കഴിച്ച് ചിരിച്ചും കളിച്ചും അങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്നാണ് അവർക്ക് എതിർവശത്തു നിന്നും ആകാശവും അവൻ്റെ കൂട്ടുകാരും കൂടി നടന്നു വരുന്നത് അവർ കണ്ടത്. അവനെ കണ്ടതും എല്ലാവരുടെയും ശ്രദ്ധ നന്ദയിലേക്ക് പോയി. ആകാശിനെ കണ്ട് അവളും അങ്ങോട്ടേക്ക് തന്നെ നോക്കി. അവനൊരു ബ്ലാക്ക് ഷർട്ടും അതേ കരവരുന്ന മുണ്ടുമായിരുന്നു വേഷം. അവൻ മാത്രമല്ല, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഏകദേശം അതേ ഡ്രസ്സ് തന്നെയായിരുന്നു. ആകാശ് അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. നീ അങ്ങ് ഗ്ലാമറായി പോയല്ലോടാ ഉണ്ണി. ഉത്സവം പ്രമാണിച്ച് ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയോ? ആരും അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നേട്ടത്തി, ഞാൻ എങ്ങും പോയിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ കൂടെ കൂടേണ്ടവർ കൂടിയിട്ടായിരിക്കും എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടിയത്. ഈ ഗ്ലാമർ ഇല്ലാത്തവർ നമ്മുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് കുറച്ച് ഗ്ലാമർ അധികം തോന്നുമല്ലോ, അതാണ്. നന്ദയെ ഒന്ന് പാളി നോക്കിയതിന് ശേഷം അവൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അത് കേട്ടതും നന്ദ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എല്ലാവരും അത് തമാശ പോലെ ചിരിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ കൊച്ചിന് സൗന്ദര്യം ഇല്ലെന്നാണോ നീ പറയുന്നത്? അത് കേട്ട് വീണ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഇപ്പോൾ കുറച്ച് സൗന്ദര്യമൊക്കെ വെച്ചിട്ടുണ്ട്. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. അവനങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കളിയാക്കുന്നത് കേട്ട നന്ദയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു വന്നു. ഞാൻ പോവാ. സൗന്ദര്യമുള്ളവരൊന്നും സൗന്ദര്യമില്ലാത്ത എൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഈ നന്ദ വിചാരിച്ച നല്ല ചൊങ്കൻ ചെക്കന്മാരെ ഈ ഉത്സവത്തിൻ്റെ അന്ന് തന്നെ ഞാൻ സെറ്റാക്കി എടുക്കും. അവളും വാശിയോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഉവ്, അത് വല്ല കണ്ണുപൊട്ടന്മാരും ആയിരിക്കും. ആകാശ് വീണ്ടും അവളെ കളിയാക്കി. ഉണ്ണീതേ, ഞങ്ങളുടെ കൊച്ചിനെ കളിയാക്കരുത് കേട്ടോ. ആര്യ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് തമാശ പോലെ പറഞ്ഞു. ഉണ്ണി അലക്കും. അവൾ എന്തോ പറയാനായി തുടങ്ങിയതും ഷീതു അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവൾ സംശയത്തോടെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഏയ് ഡോണ്ടു മോളെ. ആരും അവളെ നോക്കി പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാൽ അപ്പോഴും നന്ദയുടെ മുഖം വീർത്തു കെട്ടിയിരിക്കുകയായിരുന്നു. അവൾ ആകാശിനെ ഒന്ന് നോക്കി പേടിപ്പിച്ചതിന് ശേഷം മുൻപിലേക്ക് നടന്നു. അല്ല, ഇതാരാ ചേച്ചി? തൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന ഷീതുവിനെ നോക്കി സോണി സംശയത്തോട് ചോദിച്ചു. ഋഷുവിനും അവനെ അങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു. ഇത് നന്ദയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാ അല്ലേ നന്ദേ? ഷീതു പുറകിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് നന്ദ ഒന്ന് നിന്നു. പിന്നെ തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി. ആകാശം മറ്റെല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഓ, എനിക്കിപ്പം മനസ്സിലായി. ഇതാണല്ലേ അവൾ ഇന്നലെ പറഞ്ഞ ആകാശ്? ഋഷു ചോദിച്ചു. ഓ, അതിനു മുൻപ് കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞോ? അത് കേട്ട് വീണ സംശയത്തോടെ അവരോട് ചോദിച്ചു. ഉവ്, ഈ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് 100 നാവായിരുന്നു. സോണിയും ഋഷുവും കൂടി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും കൂടി തന്നെ വാരുവാണെന്നും കളിയാക്കുകയാണെന്നും മനസ്സിലാക്കിയ നന്ദ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതിന് ശേഷം മുൻപോട്ട് നടന്നു. അങ്ങനെ നടക്കുന്നത് കണ്ട് ആകാശ് അവരെ നോക്കി ചിരിച്ചു. ചെല്ല്, സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് കൊണ്ടാക്കിയാൽ മതി. ഞങ്ങളിവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. പിന്നെ ഇങ്ങനെയൊക്കെ അവസരം തരുന്നതിന് പകരമായിട്ട് ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം. ആര്യ ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഏട്ടത്തിമാരെ കിട്ടിയ എൻ്റെ ഭാഗ്യമല്ലേ. എന്തായാലും ഞാൻ ചെലവ് ചെയ്തിരിക്കും. അവനും തിരിച്ച് തംസപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞതും പെൺപിള്ളേരെല്ലാവരും ചിരിച്ചു. അവൻ നന്ദയുടെ പുറകിൽ പോയതും ബാക്കിയുള്ളവർ വീണ്ടും കടകളൊക്കെ കയറി ഇറങ്ങാൻ വേണ്ടി പോയി. ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാ പെൺപിള്ളേരും സർവ്വ കടകളിലും കയറി ആന കരിമ്പിൻതോട്ടത്തിൽ കയറുന്നത് പോലെ ഒന്ന് അരിച്ചു പറക്കിയതിന് ശേഷം അടുത്ത കടയിലേക്ക് പോകും. അതായിരുന്നു കൂടുതൽ നിമിഷമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ആരുവിൻ്റെ കുഞ്ഞിനെയും മിസുവിനെയും ആൺപിള്ളേരുടെ കയ്യിൽ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ പെൺപിള്ളേർക്ക് സ്വാതന്ത്ര്യമായിട്ട് എല്ലായിടവും പോകാമായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് രണ്ടുപേർക്കും അമ്മമാരേക്കാൾ കൂടുതൽ ഇഷ്ടം അപ്പന്മാരെയാണല്ലോ. സോണിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഉത്സവത്തിനൊക്കെ അമ്പലത്തിൽ പോകുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു പിള്ളേർ സെറ്റിൻ്റെ ഒപ്പമൊക്കെ നടന്ന് എൻജോയ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അവൾ അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. സോണി ഒരു കടയിലേക്ക് ചെന്നതും അവിടെ കുപ്പിവള ഇരിക്കുന്ന കണ്ടു. അവൾ അതെടുത്ത് തൻ്റെ കൈകളിലേക്ക് ഇട്ട് നോക്കാൻ തുടങ്ങി. ബാക്കിയുള്ള പെൺപിള്ളേരെല്ലാം പല പല കടകളിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവളെ ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവളുടെ അടുത്ത് ഒരാൾ വന്ന് നിന്നത്. അവൾ ഗ്രീൻ കളർ കുപ്പിവളയിട്ടാണ് ട്രൈ ചെയ്തിരുന്നത്. അതെ, ഗ്രീനിനേക്കാളും ആ കൈകൾക്ക് നല്ലത് ബ്ലാക്കാണ്. തൻ്റെ കൈകൾക്ക് അതാണ് കൂടുതൽ ചേർച്ച. തൻ്റെ അടുത്ത് നിൽക്കുന്ന പുരുഷ ശബ്ദം അങ്ങനെ പറയുന്നത് കേട്ട് സോണി പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നല്ല ദൃഢമായ ശരീരം, കട്ടിക്ക് വെച്ചിരിക്കുന്ന മീശ, അത് അത്യാവശ്യം നല്ലതുപോലെ പിരിച്ചു വെച്ചിട്ടുണ്ട്. താടി ഫുൾ ഷേവ് ചെയ്തിരിക്കുകയാണ്. കഴുത്തിൽ കിടക്കുന്ന ഒരു കുരിശുമാല, ഇടത് കൈയിലായി കിടക്കുന്ന ഒരു വാച്ചും വലത് കൈയിലൊരു സ്വർണത്തിൻ്റെ ഇടിവളയും. പാതി തുറന്നിട്ട് ഷർട്ടിൻ്റെ ഇടയിൽ കൂടി അവൻ്റെ രോമാവൃതമായ നെഞ്ചും കാണാം. ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും അതിൻ്റെ അതേ കര വരുന്ന മുണ്ടുമാണ് അവൻ്റെ വേഷം. അവൻ അടുത്ത് വന്ന് നിന്നപ്പോൾ മുതൽ സ്പ്രേയുടെ മണം അവളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. എങ്കിലും അവളതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറയുന്നത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് രൂക്ഷമായിട്ട് നോക്കി. ഒരു സത്യം പറഞ്ഞപ്പോൾ ഈ ഉണ്ടക്കണ്ണും കൊണ്ടിങ്ങനെ നോക്കി പേടിപ്പിക്കുന്ന എന്തിനാ കൊച്ചേ? അവൻ തിരിച്ച് അവളെ നോക്കി പറഞ്ഞതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. കുപ്പിവള അവിടെ വെച്ചതിന് ശേഷം അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇതെടുക്കാതെ പോകുന്നത്? പുറകിൽ നിന്നും അവൻ വീണ്ടും വിളിച്ചു ചോദിച്ചു. എനിക്ക് വേണ്ട. അത്രയും പറഞ്ഞിട്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ അവിടെ നിന്നും പെൺപിള്ളേരുടെ അടുത്തേക്ക് പോയിരുന്നു. അവർ തൊട്ടടുത്ത കടയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് നിന്നപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളെ തേടിയെത്തുന്നത് അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു.